ഹലോ, അസ്സലാമലൈക്കും. വാലൈക്കും സലാം. ആ ഗ്രൂപ്പില് നിങ്ങള് പോയി അയാൾ ഏതൊരു ചങ്ങായി ഇപ്പൊ പുതിയത് വന്നിട്ടുണ്ട്, അതിന് ആ മറുപടി പറഞ്ഞു കൊടുത്തൂടെ ഞങ്ങൾക്ക്? നമ്മള് എന്ത് മറുപടി പറയാനാ? അല്ല, ഏതൊരു മൊയ്തീൻ ഷേഖിന്റെ ടെസ്റ്റ് എന്താ ഇട്ടപ്പോളേ ഏതാ അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂന്ന് ഖബറാളിനോട് ചോദിക്കാന് അതിന് ഒരുവിധം പറയുന്ന ന്യായങ്ങളൊന്നും ശരിയല്ല എനിക്ക് തോന്നുന്നു. അതന്നെ. നിങ്ങളെ ടെസ്റ്റ് ഇട്ടപ്പോളേ അതിലിപ്പോ ഏതൊരു പുതിയൊരു ചങ്ങായി വന്ന നിങ്ങളെ VM കുട്ടിയാ. ഓനിപ്പോ എന്താ ചോദിച്ചല്ലേ അപ്പൊ അതില് എവിടെ പിന്നെ മരിച്ചവരോട് ചോദിക്കണമെന്ന് എവിടെയെന്ന് ചോദിച്ചല്ലേ അയാൾ. അപ്പൊ നിങ്ങളതിലൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? അയാളിപ്പോ അത് ചോദിച്ച് 2-3 വട്ടം ചോദിച്ചിട്ട് അത് പറഞ്ഞില്ല, മറുപടി ഇല്ലാറുണ്ട്. മറ്റുള്ളവരൊക്കെ എന്തൊക്കെ ഇപ്പൊ ലയിക്കും പോവൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലേ ഇതിനെപ്പറ്റി ചിന്തിക്കട്ടെ. അതെ അതെ. അല്ലാത്ത ചിന്തിക്കുന്നത് ചിന്തിക്കട്ടെ. ഓരൊക്കെ പറഞ്ഞതിൽ സത്യമുണ്ടോ അസത്യം ഒക്കെ പോലും നോക്കട്ടെ. അതെ അതെ. അല്ലാണ്ട് നമ്മൾ വാദിക്കാൻ പറ്റില്ലല്ലോ. അല്ല, വാദിക്കാൻ പറ്റൂല അവരോട്. അല്ല, നമ്മള് ഇത് ഈ ടെസ്റ്റ് നിങ്ങൾ എഴുതിയതാ? ടെസ്റ്റ് നിങ്ങൾ അടിച്ചതാ? ഈ ടെസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയതാ? ടെസ്റ്റ് ഞാൻ ഉണ്ടാക്കിയില്ല. അത് നിങ്ങൾ എഴുതിയ ആളോട് ചോദിച്ചോളൂ. നമ്മളിപ്പോ എന്ത് മറുപടി പറയാൻ ചോദിച്ചു നോക്കി. കാരണം അതിലിപ്പോ മരിച്ചോര് ജീവിച്ചോരുള്ള വ്യത്യാസമില്ല. എല്ലാ സഹായത്തായിട്ടും എന്നാണ് ഇപ്പൊ അതിൽ മൊയ്തീൻ ഷേഖ് പറഞ്ഞ ടെസ്റ്റാണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് ആ ഗ്രൂപ്പിൽ പുതിയ ആളാ. ഇവര് എന്താ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് ഇതിക്കെന്തോ കയറിയതാണല്ലോ നമ്മള്. അപ്പൊ ഇതിലെന്തോ നടക്കുന്നെന്ന് അറിയാൻ വേണ്ടി വല്ലൊന്നും കോളിയൊക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ നിങ്ങൾ ആ ടെസ്റ്റ് കൊടുത്തപ്പോ എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടേനി. കാരണം നിങ്ങൾ ആ VM കുട്ടിന്റെ ചോദിച്ചിട്ട് നിങ്ങൾ മറുപടി പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ചു. പിന്നെ അതിന്റെ ശേഷം പിന്നെ പിന്നെ ഈ മൊയ്തു പറഞ്ഞ ആള് വന്നിട്ട് മൂപ്പരും ഉണ്ടില്ല. നമ്മളിപ്പോ ഓരോട് പതില് പറയാണ്ട് പറഞ്ഞിട്ടുണ്ട് വിചാരിച്ചിട്ടാ. ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കട്ടെ. നമ്മളോട് ചോദിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ആ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമേ ഉള്ളൂ. അതെ അതെ. അപ്പൊ ഇത് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ. ഒരു പറയുന്നുണ്ടല്ലോ, പിന്നെ ഖബറാളിയോട് ചോദിക്കുന്നത് തീർക്കല്ല അള്ളാഹിന് പങ്കുചേർക്കാണല്ലോ. പങ്കു ചേർക്കണ്ടല്ലേ? പിന്നെ അതുപോലെ പറയണ്ടേ, ഈ മരിക്കുമ്പോത്തിന് എങ്ങനെ ഈ പങ്കാണ്ട്? അങ്ങനെയാണെങ്കിൽ അള്ള ജീവിച്ചിരിക്കുന്നവനല്ലേ? അള്ളഹാനോട് ചോദിക്കുമ്പോ ഈ ജീവിച്ചിരിക്കുന്നവരോട് ചോദിക്കുമ്പോഴല്ലേ പിന്നെ ഈ പങ്കാകത്ത്? മരിച്ചിട്ടല്ലേ? ഒരാളോട് നമ്മൾ ചോദിക്കുമ്പോ നമ്മളിപ്പോ നമ്മളെ ഒരു കുട്ടിയെ തരണം എന്ന് പറയാൻ വെച്ചോ. അതെ അതെ. അല്ല, ഇല്ലാത്ത ഒരാൾ മരിച്ചുപോയ മടവുവിന്റെ മക്കാവില് പോയി നായിട്ട് നമ്മൾ പോയി ചോദിക്കാൻ വെച്ചോ. അതെ അതെ. അപ്പൊ ഇതില് നമ്മൾ ചോദിക്കുമ്പോ ചോദ്യങ്ങള് പിന്നെ അള്ളാഹിൽ പങ്കുചേർക്കലല്ലേ? അത് നമ്മൾ പറയുമ്പോ ഓലെന്താ പറയുന്ന കാര്യങ്ങള് അതുപോലെ അബൂബക്കർ സാഹിബ് പോലെ പറയുന്നത് എന്താ വെച്ചാല്, നമ്മളിത് പലരോടത്തും ചോദിക്കുമ്പോൾ പോലെ പറയണ്ടേ അങ്ങനെ അള്ളാഹുവിൽ പങ്കു ചേർക്കണേ. അള്ളാഹ് ജീവിച്ചിരിക്കുന്നവരല്ലേ? അതെ. അപ്പൊ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരോട് ചോദിക്കുമ്പോഴല്ലേ പിന്നെയും പങ്ക്? ഇത് ജീവിച്ചിരിക്കല്ലേ? ഇത് മരിച്ച ആളോട് ചോദിക്കുമ്പോൾ തീരെയും പങ്ക് വരൂല എന്ന് പോലും പറയാം. അവിടെ എന്താ നമ്മൾ മറുപടി പറയാം? ഞാൻ പറഞ്ഞുതരാം. ഞാൻ മനസ്സിലാക്കി. ഞാൻ പറഞ്ഞുതരാം. നമ്മള് പിന്നെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്നതാണ് എനിക്ക് മനസ്സിലായി. അള്ളാഹിനോട് നമ്മൾ ചോദിക്കുമ്പോ എന്താ ചെയ്യാ? അള്ളാഹിനോടല്ലേ നമ്മള് ചോദിച്ചിട്ട് എന്ത് കാര്യം? അള്ളാഹിനോടല്ലേ നമ്മൾ എന്ത് കാര്യം ചോദിച്ചിട്ട് ചോദിക്കേണ്ടത്? അതെ. അപ്പൊ ഇത് നമ്മൾ മരിച്ചുപോയ ആളോട് നമ്മൾ ചോദിക്കുമ്പോ അള്ളാഹിൽ പങ്കുചേർക്കലല്ലേ? അതെ. അത് നമ്മൾ ചോദിക്കുമ്പോഴേ അത് ഇവരൊക്കെ ഞാൻ പറഞ്ഞു കേൾക്കുക. നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യം തന്നെയാണ് ഞാൻ ഓരോട് ചോദിക്കണ്ടേ. അള്ളാഹിൽ പങ്കു ചേർക്കലല്ലേ എന്ന് പറഞ്ഞാൽ ഓര് പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു, ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരോട് ചോദിക്കുമ്പോഴാണ് പങ്ക് പിന്നെയും വരിക. ഇത് ഇവിടെ സമല്ലല്ലോ, സമാധ പങ്കാവില്ല. ഇത് മരിച്ചിട്ടില്ല. അപ്പൊ എങ്ങനെ പിന്നെ അവിടെ പങ്കനെ വരൂലല്ല എന്നൊക്കെ പറയാം. അതിനെന്താ നമ്മൾ മറുപടി പറയാം? അള്ളാഹ് പറഞ്ഞല്ലോ ഖുർആനില്. ഖുർആനിൽ പറഞ്ഞ പറയുന്നില്ലേ? അതിന്റെ അർത്ഥത്താ എന്താ പറഞ്ഞേ നമ്മള്? അല്ല,
അതൂ റബ്ബി എന്ന് പറയുന്നില്ലേ? അതിലെന്താ പറഞ്ഞിട്ട് എന്താ പിന്നെ മറ്റവരോട് ചോദിക്കാൻ പാടില്ലാണോ? മറ്റോ നമ്മൾ ദുആ ചെയ്യാൻ പാടുണ്ടോ? അല്ല, ഇത് ഈ ആയത്തിൽ ഇപ്പൊ എന്താ പറയണ്ടേ? അർത്ഥം എന്താ പറയണ്ടേ? അത് ഇത് അറിയില്ലെങ്കില് നമ്മൾ മുണ്ടാടക്കിയതല്ല. അതാ പറഞ്ഞത്, ഞങ്ങൾ അറിയില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം. അതിപ്പോ ഉണ്ടാകുന്നതാണ് ഇപ്പൊ നിങ്ങളെ ഗ്രൂപ്പിൽ കണ്ടത്. അതല്ല, നിങ്ങൾ ഈ ആയത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതാണ് അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ. അതെ 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 അതെ, അത് ശരിയാണ്. അള്ളാഹിനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറയുമ്പോഴേ മറ്റവരോട് ചോദിക്കുമ്പോ പിന്നെ എങ്ങനെ ഓൽക്കുള്ള ആരാധന ആകാന്നാ ചോദിക്കേണ്ടവര്? അതെ, ആരാധന പറഞ്ഞാല് അള്ളാഹിനോട് മാത്രമല്ല ചോദിക്കാൻ പറ്റൂ. അതല്ലാന്ന്, ഈ മരിക്കലാണോ ആരാധനയുടെ മാനദണ്ഡം എന്നാ ചോദിക്കേണ്ടവര്? അവിടെ എന്താ നമ്മള് മറുപടി പറയാം? മരിക്കലാണോ? മരിച്ചോട്ട ആണല്ലോ ചോദിക്കുന്നത്. ഇപ്പൊ CM മടവൂരിന്റെ മക്കാമില് പോയി നമ്മളിപ്പോ ചോദിക്കുന്നില്ലേ? അത് അയാൾക്ക് അള്ളാഹിന്റെ വാദി കൈവിട്ട് വിചാരിച്ചില്ല നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ കൈവിട്ട് ചോദിക്കാൻ പാടില്ല. അങ്ങനെ വെച്ചിട്ടുണ്ടവര്? അല്ല, ഇനി അങ്ങനെ വെച്ചോ? അല്ല, അത് കേൾക്കി. സുന്നികള് CM മടവൂര് അള്ളഹാനോട് ചോദിക്കുന്ന പോലെ തന്നെ അള്ളാന്റെ പോലെ തന്നെയാണ് CM മടവൂർ എന്ന് പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഇത് പോയി കണ്ട് ഗ്രൂപ്പിൽ പോയി പറഞ്ഞ നിങ്ങൾ അത് ഇന്നോട് ചോദിച്ചു എനിക്ക് പിന്നെ ഞാൻ ബബ്ബ അടിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇപ്പൊ നിങ്ങളൊരു ആയത്ത് ഓടിയില്ലേ? ഇപ്പൊ നിങ്ങളൊരു ആയത്ത് ഓടിയില്ലേ? കുല്ലിന്നമ അതൂ എന്നൊക്കെ പറഞ്ഞാണ്ട്. അതാ, അള്ളാഹുവിനെ കൂടാതെ ഒരാളെയും നിങ്ങൾ ആരാധിക്കരുത്. അതെ. അപ്പൊ അതിലിപ്പോ ലോകത്ത് ഇപ്പോ ആരും തമ്മിലും തർക്കമുള്ള വിഷയമല്ലല്ലോ ഇപ്പൊ അത്. അള്ളല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല. അല്ലെങ്കിൽ മുസ്ലിങ്ങളായ ആളുകൾ മുഴുവനും ഏകകണ്ഠ്യേനുള്ള ആളുകൾ തന്നെ ഇപ്പൊ സുന്നികളായാലും മുജാഹിദുകളായാലും ജമാഅത്തെ ഇസ്ലാമിക്കാരായാലും ലോകത്തുള്ള ഏത് പ്രസ്ഥാനക്കാരും അള്ളാനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നല്ലേ? അപ്പൊ അള്ളാഹിന് പുറമെ മറ്റു ആരാധന വസ്തുക്കൾ ഇല്ലാന്നാണ് പിന്നെ കലിമത്ത്. അപ്പൊ അള്ളാഹിന് പുറമെ ഇവര് ആരാധിക്കുന്നുണ്ട് എന്ന് ഞമ്മക്ക് എങ്ങനെയാണ് തെളിയിച്ചു കൊടുക്കുക പറഞ്ഞത്? അതെ. അപ്പൊ ഒരു പറയുന്നത് ഇപ്പൊ എന്താ വെച്ചാല് ഒരു വിളി ആരാധനയാകുന്നതിന്റെ മാനദണ്ഡം എന്താണെന്നാണ് ഇപ്പൊ ഒരു ചോദ്യം. അതിന് ഉത്തരമില്ല. അതിനെന്താ മറുപടി പറയാം നമ്മള്? അതിന് ഉത്തരമില്ല. ഉത്തരമില്ലേ? മറുപടി പറയാ നമ്മൾക്ക് കഴിയൂല. ഇപ്പൊ നമ്മള് സുന്നികള് മരിച്ചവരോട് നമ്മള് സഹായം ചോദിക്കുമ്പോ അതുപോലെ ആരാധിക്കാണ് എന്നാണ് നമ്മൾ പറയാ. അതെ. അപ്പൊ അത് ആരാധന അല്ലാന്ന് ഓരും പറയുന്നു. അത് സഹായത്തേട്ടം ഇപ്പോഴല്ലേ ഒരു ആരാധന അല്ലാതെ പറയുന്നത്? ഇപ്പോഴല്ല എന്നും പറഞ്ഞിട്ടവര് കുറച്ച് മുന്നേ ഒക്കെ ഇന്ത്യയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉള്ള ഇതിലെന്താണ് പറയാ മൊയ്തീൻ ഞങ്ങളെ ഇങ്ങനെ കാക്കണ എന്നൊക്കെ നമ്മൾ ദ്വാരക്കുക എന്നൊക്കെ പറഞ്ഞത് ഓര് പറഞ്ഞത്. അതിപ്പോഴും പറയുന്നുണ്ട്. അതെ, ഓര് പണ്ട് മൊയ്തീൻ ശേഖനെ കാക്കണേ ബദിരീങ്ങളെ എന്നൊക്കെ വിളിച്ചാൽ നമ്പർത്ത തങ്ങളെ എന്നൊക്കെ വിളിച്ചാല് അത് ഇസ്തിഗാസയാണ്, ആരാധനയല്ല എന്നാണ് പറയുന്നത്. ആദ്യം ഇത് കേൾക്കി പറയട്ടെ. അപ്പൊ ഇത് ആരാധനയാണ് എന്ന് പറയാൻ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക? എനിക്ക് അതാണ് പഠിക്കേണ്ടത്. മറ്റാളെ വിളിക്കാൻ പറ്റുമോ? അതന്നെ പറഞ്ഞു. അത് ഷിർക്കാണെന്നല്ലേ പറയണ്ടേ? പറയാൻ പറ്റുമോ? അതെ, പറഞ്ഞാൽ ഷിർക്കാണ് എന്നല്ലേ പറയേണ്ടത്? പറയാൻ പറ്റുമോ? പറ്റൂല എന്നുള്ളത് ഇസ്ലാം പറഞ്ഞിരിക്കണമെങ്കിൽ നമുക്ക് പറ്റൂല. മരിച്ചുപോയ ആളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നല്ലല്ലോ അർത്ഥം. പിന്നെ വേറൊന്നുമില്ല. പിന്നെ ഫാത്തിഹ സൂറത്തില് 13-ാമത്തെ ആയത്തില്ലേ? അല്ലാന്ന് ഈ ആയത്ത് ഇപ്പൊ എത്രാമത്തെ അങ്ങനെ ഓടിയത്? അല്ല, ഈ അടങ്ങി എന്നുള്ളതുണ്ടല്ലോ. അത് ഓതി കൊടുക്കല്ലേ? അല്ല, അത് ഓതി കൊടുക്കല്ല, നിങ്ങൾ മനസ്സിലാക്കണ്ട പറയും. നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നിങ്ങൾ ആദ്യം ഓതിയല്ലേ നിങ്ങൾ ഇന്നമ അതോ റബ്ബി? അത് അയ്യോ നമുക്ക് എവിടെ ഓതാനുള്ള? അത് എവിടെ ഓതാനുള്ള നമുക്ക്? അത് അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുമ്പോ അത് ഓതാ. ഇനിയിപ്പോ മരിച്ച ആളുകളോട് നമ്മള് പിന്നെ സഹായം തേടാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഓതിയ ഒരു ആഴ്ച ഓതിയല്ല, അപ്പൊ അതിന്റെ തല എന്താണ്? അതിന് പിന്നെ
دعاءكم والسميع واستجابكم ويوم القيامة يكفرون بشرككم. إن تدعوهم لا يسمعوا دعاءكم. إن تدعوهم لا يسمعوا دعاءكم ولا سميع واستجابوا لكم. അതിലെന്താ പറയണ്ടേ? അല്ലേ, അത് ആണല്ലോ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുക പറയുന്നത്. പിന്നെ അതിന് കുർത്തുബി, ഇമാം കുർത്തുബി എന്താ അർത്ഥം വെച്ച് അതെന്നാണല്ലോ. അല്ല, ഇതിന്റെ മലയാളത്തില് ഇപ്പൊ നിങ്ങൾ ഓരോ ആയത്തിന് മലയാളം എന്ന് പറഞ്ഞിട്ടിരിക്കണം. എന്താ ഇതിനകത്ത് അർത്ഥം വെച്ച്? ഇമാം കുർത്തുബി അല്ലാന്ന് വെച്ചത്. പിന്നെ ഇതിന്റെ അർത്ഥം ഇപ്പൊ നിങ്ങൾ ഓരോ ആയത്തില്ല. ഇപ്പൊ ഇതിന്റെ സമാധാനത്തിന് പറഞ്ഞേരി. ഇപ്പൊ ഓരോ ആയത്തിൽ എന്താ നമ്മൾ അർത്ഥം വെക്കേണ്ടത്? അതിന് അർത്ഥം വെക്കി നമ്മൾ വെച്ചാ പോരല്ലോ. ഇമാം കുർത്തുബി അർത്ഥം വെച്ചെന്ന് അറിയോ? പിന്നെ നമ്മൾ അവർക്ക് അത് നമ്മൾ ദുആ ചെയ്താൽ കേൾക്കൂല, കേട്ടാൽ ഉത്തരം ചെയ്യാൻ കഴിയൂല. അതിന്റെ പിന്നെ ഉലമാക്കളോടും ഔലിയാക്കളോടും അമ്പിയാക്കളോടും ഔലിയാക്കൾ ഇവരൊക്കെ പെടും എന്ന് പറഞ്ഞു. അപ്പൊ ഇതിലിപ്പോ പറഞ്ഞ ദുആ എന്ന് പറഞ്ഞാല് ആരാധന അല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ ആരാധന ഇപ്പൊ സുബ്ഹാനല്ലാഹ് ആരാധന ആരും ചെയ്യാൻ പാടില്ലാന്നപ്പോ സുന്നിയോടും പറയുന്നുണ്ട്. നമ്മളിപ്പോ അതിപ്പോ മറ്റെന്താണ് സഹായത കേട്ടോ. അല്ല, ഇസ്തിഹാസം എന്ന് പറയുന്ന പേര് ഇസ്തിഹാസം സഹായതല്ലേ. മലയാളത്തിൽ സഹായത്താട്ടെന്ന് പറയാ. സഹായതട്ടോ അത് നമ്മൾ സഹായം ചെയ്യാൻ പറ്റുമോ? ഇത് റബ്ബുക്കും എന്നുള്ളത് ആയത്തുണ്ടല്ലോ റസൂല്. ആയത്ത് പിന്നെ മാറിയല്ല. ഇത് പറയുന്നത്. അപ്പൊ നിങ്ങൾ കുറേശ്ശെ ഈ ആയത്തിപ്പോ നിങ്ങൾ ഓതി ചെയ്യുന്നതും ദ്വാക്കുന്നുള്ള അതെ അതൊന്ന് തീരുമാനിച്ചിലെത്ത. അതിൽ കുത്തുബീമാമ അർത്ഥം പറഞ്ഞേക്കുന്നത് നിങ്ങൾ പറഞ്ഞില്ലേ? കേക്കി അതില് മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ പാടില്ല, തെറ്റാണെന്ന് കുർത്തുബീമാൻ പറഞ്ഞിരിക്കണ. അത് പറയണമെന്നുണ്ടോ? അപ്പൊ പറയാതെ പിന്നെ നമ്മൾ എവിടെ കൊണ്ടിരിക്കാണ്ട് ഇപ്പൊ ഗ്രൂപ്പിൽ പറയാൻ പറ്റുമോ? അല്ല, നമ്മൾ ദുആ അള്ളാഹുവിനോട് മാത്രമേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ് ദുആ എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. അതെ. ഈ ആരാധന അള്ളാഹല്ലാത്തവരോട് ചെയ്യാൻ പാടില്ല, അള്ളാഹിനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മുസ്ലിക്കായി പോവില്ലേ? മുസ്ലിക്കായി പോകും. അപ്പൊ ഈ സഹായത്തട്ടം ദുആയാണ്, ആരാധനയാണ് എന്നുള്ളതിന് നമ്മളെന്ത് തെളിവാ കൊടുക്കാന്നാണ് എന്റെ ചോദ്യം. ഈ സഹായതട്ടം നിങ്ങൾ പറയുന്നുണ്ടല്ലോ, പേരിങ്ങനെ ആ സഹായത ഒന്നും അത് നമുക്ക് കിട്ടൂല. ഒന്നും കിട്ടൂല. അപ്പൊ അത് എന്താ സംഭവം അറിയങ്ങള് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇപ്പൊ കെടുക്കാൻ നേരം വേണമെങ്കിലോ ഞാൻ ശരീരം ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ നമ്മൾ സംസാരിക്കണേ. റൂമിലാരും ചെല്ലാം. ഞാനിപ്പോ നമ്മുടെ ഇതിന്റെ മേലെയാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ കേക്കി ഇവര് പറയുന്നത് എന്താ വെച്ചാല് ഈ അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തേട്ടം അത് ശിർക്കാണെന്നാണ് നമ്മളെ മുജാഹിദ് മൗലവിമാര് പറയുന്നത്. അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തേട്ടം എന്ന് വെച്ചാല് ഇപ്പൊ മരിക്കുക എന്നുള്ളതല്ല പ്രശ്നം, അഭൗതികമായി എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഉദാഹരണത്തിന് ഈസാ നബി അലൈഹി ഇസ്ലാം മരിച്ചിട്ടില്ലല്ലോ. ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് നമുക്ക് സഹായം ചോദിക്കാൻ പറ്റൂല. എന്താ കാരണം? അഭൗതികമായി എന്നുള്ളതാണ്. അപ്പൊ മരിച്ച് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശം അഭൗതികമാകുക എന്നുള്ളതാണ്. അപ്പൊ അഭൗതികമായ സഹായത്തേട്ടം പാടില്ല എന്നാണ് ഇപ്പൊ നമ്മളെ സലഫി പ്രസ്ഥാനം പറയണ്ടേ. അല്ല, അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കിയിട്ടുണ്ട്? അപ്പൊ അഭൗതികമായ സഹായത്തേട്ടം ശിർക്കാണെന്ന് പറയണമെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം ഇബാദത്തായി മാറണം. ഹലോ, ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് കൊടുക്കാൻ പറ്റൂല. അപ്പൊ ഇസ്ലാം ഒന്ന് പുറത്തു പോകും. അപ്പൊ അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തെ ഇബാദത്താകുള്ളൂ എന്നുള്ളതിന് നമ്മളെങ്ങനെ തെളിയിക്കുക? അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഒന്നുകൂടി പറയട്ടെ. ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഒരു ആൾദൈവം, ഈ ആൾദൈവം എന്ന് പറഞ്ഞാൽ ശ്രീ രവിശങ്കറോ, ഞാൻ ഒരു ഉദാഹരണം പറയട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ സായിബാബ ഇപ്പൊ മരിച്ചു, സായിബ അല്ലെങ്കിൽ അമൃതമ്മ, അങ്ങനെയുള്ള ആൾദൈവങ്ങളുണ്ടല്ലോ. ഇവരോട് നമ്മൾ പോയിട്ട് സഹായം ചോദിക്കുമ്പോ അത് ദൈവമാണെന്ന് വിശ്വാസത്തോട് ചോദിക്കുമ്പോ അത് ഇബാദത്താണ്, ഓൽക്കുള്ള ആരാധനയാണല്ലോ. അപ്പൊ ഇവിടെ അഭൗതികമായ മാർഗം എന്നുള്ളത് ഇവിടെ പൊളിഞ്ഞു. ഇവിടെ അഭൗതികമല്ലല്ലോ, ഇപ്പൊ നേരിട്ട് കാണില്ലേ ഈ ദൈവത്തെ.
അതുപോലെ പശുവിനെ ആരാധിക്കുന്നവരുണ്ട്, അഗ്നിയെ ആരാധിക്കുന്ന മജൂസികളുണ്ട്, ഇങ്ങനെ കുരങ്ങിനെയും പാമ്പിനെയും തേളിനെയും ഒക്കെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത് അഭൗതികല്ല, അത് നേരിട്ട് കാണുന്നതാണ്. അപ്പൊ ഇത് അഭൗതികമായ മാർഗത്തിലുള്ള സഹായത്തേട്ടം ശുൽക്കം എന്ന് പറയുമ്പോ അപ്പൊ ഭൗതികമായ സഹായത്തേട്ടം ശുൽക്കല്ല എന്ന് പറയേണ്ടി വരും. അപ്പൊ ഇവിടെ നമ്മള് എങ്ങനെ സ്ഥാപിക്കുക നമ്മളത്? ഇതിന് എന്റെ അഭിപ്രായത്തിൽ ഞാനതല്ലേ മുണ്ടാക്കണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാ. അതപ്പോ ഞാനിത് കുറെ ആലോചിച്ചിട്ട് എനിക്ക് തല മുണ്ടാക്കിയിട്ട് എനിക്ക് ആകപ്പാടെ ഈ സുഞ്ഞോള് പറഞ്ഞതിൽ കുറെയൊക്കെ സത്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി. ഞാൻ ആയിക്കോട്ടെ, ഞാൻ ഇൻഷാല്ലാ ഞാൻ ഇനി രാവിലെ വിളിക്കേണ്ടതാണ്. ഇനിയിപ്പോ ഏതായാലും ഞാൻ ഈ നേരത്തെ ഇപ്പൊ രാത്രി ഇപ്പൊ 10 മണി ആയില്ലേ? ഞാൻ വിളിച്ചിട്ടുണ്ട്. ഹലോ, അസ്സലാമലൈക്കും. എന്താ വർത്താനൊക്കെ? പിന്നെ ചായ കുടിച്ചില്ല. അല്ല, കാല് കുടിച്ചില്ലേ രാവിലെ? സുബൈക്ക് കാല് കുടിച്ചിട്ടുണ്ട്. ഇന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. ഷുഗർ ഉണ്ടോ? ഷുഗർ ഇതൊന്നും നോക്കണം പറഞ്ഞു ഡോക്ടർ. ഇതുവരെ നോക്കിയിട്ടില്ല? നോക്കിയോ? എന്നിട്ട് മട്ടം ഉണ്ടോ? പിന്നെ കുറച്ചുണ്ട്. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ശരി, വെറുതെ ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യാം. ഒക്കെ തവക്കൽക്ക് വലുതാണ്. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? അതെ അതെ. പിന്നെന്തൊക്കെ പുതിയ വിവരം? എല്ലാ അർത്ഥം തന്നെ. നമ്മളിവിടെ ഇപ്പൊ പറഞ്ഞു വെച്ചേ നമ്മള് ഇത്യാസത്താണ്. ഇത്യാസാണ്. ഈ ചിലര് പറയും പിന്നെ എന്നതാ മരിച്ചവരോടൊക്കെ ചോദിക്കുക അങ്ങനെ അങ്ങനെയാണോ പറയും. ഞാനത് മനസ്സിലാക്കുന്നത് വെച്ചാല് അത് ചോദിച്ചാൽ തീർക്കാവുന്നതാണ്. മരിച്ചവരോട് നമ്മൾ ചോദിച്ചാല് തീർക്കാവൂ. ഞാൻ മനസ്സിലാക്കുന്ന അറിയോ? നമ്മളിപ്പോ ഒരു ആരാധനയും അത് അല്ലാത്തതും നമ്മൾ ചോദിക്കുന്നുണ്ടല്ലോ, അത് രണ്ട് വിധത്തിലല്ലേ? അതെങ്ങനെ പറയേണ്ടത് പറയും. അതിന് മറുപടി കൊടുക്കാൻ കഴിയില്ലെങ്കിലും നമ്മളെ ചുംബിക്കുന്നത് തന്നെ രണ്ട് പിന്നെ മക്കൾ ചുംബിക്കുന്നതും അല്ലാതെ വായും ചുംബിക്കുന്നതും അത് വ്യത്യാസം ഉണ്ടാവില്ലേ? മനസ്സിലായില്ല. വായും ചുംബിക്കുന്നതും മക്കൾ ചുംബിക്കുന്നതും വ്യത്യാസം ഉണ്ടാവില്ലേ? മക്കളെ രണ്ട് വ്യത്യാസം ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഉമ്മാനെ ചുംബിക്കുന്നതും നമ്മളെ വായു ചുംബിക്കുന്നതും പിന്നെ മക്കൾ ചുംബിക്കുന്നതും രണ്ടും ഒരേ അർത്ഥത്തിലല്ലേ? അതെ അതെ. ഒരേ ഇതിലല്ലേ? അതെ. അങ്ങനെ ആകുമ്പോ ഇത് രണ്ട് വ്യത്യാസമല്ലേ? അതെ അതെ അതെ. ഈ വ്യത്യാസം നമ്മളെ ഹൃദയത്തിൽ വരൂലേ? അതെ, വിശ്വാസത്തിൽ വരും. വിശ്വാസത്തിൽ വരും. അപ്പൊ ഇതാണ് ഞാൻ കാണുക. വളരെ കറക്റ്റ്. നിങ്ങള് മനസ്സിലാക്കിയത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഒന്ന് വിശദീകരിച്ചു തരാം. അപ്പൊ ഇവിടെ ഈ ആരാധനയുടെ ഒരു വിളി ആരാധനയാവുന്നതിന്റെ മാനദണ്ഡം വിശ്വാസത്തുമ്മിലാണ് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും. അത് നമുക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ അജുൽ അസ്വദ് ചുംബിക്കുന്ന ഒരു വ്യക്തി, അജുൽ അസ്വദ് ചുംബിക്കുന്ന വ്യക്തിയുടെ വിശ്വാസം എന്താണ്? ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നുള്ളതാണ്, അല്ലേ? അതേ സമയത്ത് മറ്റുള്ള അമ്പലത്തിലെ പിന്നെ ഈ പ്രതിഷ്ഠിച്ച കല്ലിനെ ആദരിക്കുകയും അല്ലെങ്കിൽ അതിനെ ചുംബിക്കുകയും ചെയ്യുന്ന ആള് ഇത് ദൈവമാണ് എന്നുള്ള വിശ്വാസമാണ്. അപ്പൊ അമൃതമായ പോലുള്ള ആളുകൾ എടുത്തുമ്പോ ആൾ ദൈവങ്ങൾ എടുത്തു അവരുടെ വിശ്വാസം ഇത് ദിവ്യശക്തി അല്ലെങ്കിൽ ദൈവത്തിന്റെ അവതാരം അല്ലെങ്കിൽ ദൈവമാണ് എന്ന വിശ്വാസമാണ്. എന്നാൽ അതേപോലെ ഇപ്പൊ നിങ്ങൾ ഭാര്യയെ ചുംബിക്കുന്നതും ആ മക്കളെ ചുംബിക്കുന്നതും ഒരേ മരം. ഭാര്യയെ ചുംബിക്കുന്നത് വികാരത്തോടു കൂടിയാണ്, മക്കളെ ചുംബിക്കുന്നത് സ്നേഹത്തോടും വാത്സല്യത്തോടും അതോടു കൂടിയാണ്. രണ്ടും പക്ഷെ പ്രവർത്തനം രണ്ടും ഒന്നാണ് അല്ലേ? അതേപോലെ തന്നെ നമ്മൾ സംസം വെള്ളം കുടിക്കുന്നത് അത് തൗഹീദും, അതേ സമയത്ത് ഹൈന്ദവർ കുടിക്കുന്ന ഗംഗാനീര് അല്ലെങ്കിൽ അവരെ പുനിത ജലം കുടിക്കുന്നത് അത് ശുർക്കുമാണ്. എന്താണ്? വിശ്വാസമാണ്. അപ്പൊ ഇവിടെ വിശ്വാസത്തിലാണ് നമ്മളെ ഈ വിഷയം വരുന്നത്
എന്നതിലേക്ക് നമ്മൾ എത്തിയു എന്ന ഒരു വിഷയത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ അത് തന്നെയാണ് ഇവിടെ സുന്നി ഉസ്താദുമാർ പറയുന്നത്. ഒരു വെളി ആരാധനയാകുന്നതിന്റെ മാനദണ്ഡം എന്താണ് ചോദിച്ചാൽ വിശ്വാസത്തിലാണ്. അപ്പൊ ഞാൻ അല്ലാഹ് എന്ന് വിളിക്കുന്നു. ഈ അല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ അത് ആരാധനയാണ്, ഇബാദത്താണ്. നേരെ മറിച്ച് ഞാനിപ്പോ നിങ്ങളെ വിളിക്കുന്നു, അബൂബക്കർ മൗലവി എന്ന് വിളിക്കുന്നു. ആ മൗലവിനെ വിളിച്ചാൽ അത് ആരാധന ആകുന്നില്ല. ഞാൻ എന്റെ ഭാര്യയെയോ മക്കളെയോ വിളിച്ചാൽ ആരാധനയാകുന്നില്ല. സംഭവം ഞാൻ തന്നെയാണ് വിളിക്കേണ്ടത്. അപ്പൊ ഒന്ന് ആരാധനയാകുകയും ഒരു വിളി ആരാധന അല്ലാതാകുകയും ചെയ്യുന്നു. കാരണം ഞാൻ അള്ളാഹിനെ വിളിക്കുമ്പോ ഞാൻ എന്റെ റബ്ബാൻ എന്നുള്ളതാണ് വിളിക്കേണ്ടത്. മറ്റുള്ളവരെ അബ്ദുള്ള എന്ന് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ മൗലവി ഇപ്പൊ അബൂബക്കർ മൗലവി നിങ്ങളെ വിളിക്കുമ്പോഴും എന്റെ വിശ്വാസം നിങ്ങള് പിന്നെ എന്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ എന്റെ മൗലവിയാണെന്ന് വിളിക്കാൻ ഞാൻ വിളിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൗലവി ഈ വിശ്വാസത്തുമ്പിലാണ് ഈ വിഷയങ്ങളൊക്കെ വരുന്നതാണ് അല്ലെ? അപ്പൊ ഇത് തന്നെയാണ് ഇവിടുത്തെ. ഇതുപോലെ നിങ്ങൾ ഇവിടെ വേറെ ഒന്നും മനസ്സിലാക്കാൻ കേട്ടോ. ഇത് അള്ളാഹ് എന്ന വിളി ഒരു അയ്യപ്പനോ അല്ലെങ്കിൽ മുരളിയാണ് വിളിക്കണമെങ്കിൽ, ഒരു ഹൈന്ദവനാണ് വിളിക്കണമെങ്കിൽ അത് ആരാധന ആവുന്നില്ല. ഏത് അതേ സമയത്ത് ഒരു മുസ്ലിമായ ഒരാൾ ഇപ്പൊ ഞാൻ ഗുരുവായൂരപ്പ അയ്യപ്പ എന്ന് വിളിച്ചാൽ അത് ശുർക്കും ആവുന്നില്ല. കാരണം എന്താണ്? ഇത് വെറൊരു വിളി മാത്രമാണ്. നേരെ വിളിച്ച ഹൈന്ദവനായ ആ സുഹൃത്ത് അല്ലെങ്കിൽ ആ സഹോദരൻ അയ്യപ്പ അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും അവരുടെ ദൈവങ്ങളെ പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിച്ചാൽ അത് ആരാധന ആകുന്നുണ്ട്. അവരെ സംബന്ധിച്ചതാണ്, അവരുടെ വിശ്വാസം അതാണ്, അത് ദൈവമാണെന്ന് വിശ്വാസമാണ്. അപ്പൊ വിശ്വാസത്തോടു കൂടി നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അല്ലെങ്കിൽ മനസ്സിൽ വെച്ചാലും അതെന്താണ്? അതാണ് അതിന്റെ തൗഹീദും ശിർക്കും തീരുമാനിക്കുന്ന മാനദണ്ഡം. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഈ ഒരു മാനദണ്ഡം പ്രകാരമാണ് നമ്മൾ കാര്യങ്ങളൊക്കെ വിലയിരുത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നമില്ല. അല്ല അത് ശരിയാണ്. നമ്മള് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഒരു മക്കൾ ചുമിക്കുമ്പോ അതുമാണ് നമുക്ക് വിചാരിക്കാൻ പറ്റുമോ? ഇല്ലയോ? അപ്പൊ ആ വിചാരാണല്ലോ നമ്മള് ഇപ്പൊ ഒരു മരിച്ചു ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ നമ്മള് ഉദാഹരണമായിട്ട് ഇപ്പൊ അള്ളാഹ് വിളിക്കുമ്പോ ഉലൂഹിയത്ത് കൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത്. അതേ സമയത്ത് മറ്റുള്ളവരെ വിളിക്കുമ്പോൾ നമുക്ക് ഉലൂഹിയത്ത് കൽപ്പിക്കുന്നില്ല. അപ്പൊ ഉദാഹരണം പറഞ്ഞുതരാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നുണ്ട്. ഒന്ന് അള്ളാഹുവാണ്, ഒന്ന് അള്ളാഹുവിന്റെ റസൂലാണ്. രണ്ടും കെലിമത്ത് തൗഹീദാണ്, രണ്ടും ഒരേമാതിരി, രണ്ടും ഉച്ചരിക്കുന്നത് ഒരേ മാതിരിയാണല്ലോ. ഇത് വിശ്വാസത്തിലാണ് വേർതിരിയുന്നത്. കാരണം ഒന്ന് അള്ളാഹു ആരാധിക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ലാന്ന്, അതേ സമയത്ത് അള്ളാഹുവിന്റെ റസൂലാണെന്നാ പറയുന്നത്. ഒരിക്കലും അള്ളാഹുവിനോട് സമാക്കി നമ്മൾ റസൂലിനെ കരുതുന്നില്ല. ഉണ്ടോ? എന്നാ ആദരവും ബഹുമാനവും എല്ലാം റസൂലിനോടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾ മൊഹിയദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിക്കുമ്പോ അവര് ദൈവികത ഉലൂഹിയത്ത് കൽപ്പിച്ചിട്ടല്ല വിളിക്കുന്നത്. അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ ഔലിയാണ്, വലിയാണ് എന്നുള്ളതിലേക്കാണ് വിളിക്കേണ്ടത്. അങ്ങനെയുള്ള നമ്മളിപ്പോ വിളിക്കുകയാണെങ്കിൽ അങ്ങനാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണ് അതന്നെയാണ് ഇപ്പൊ ഞാനും ഗ്രൂപ്പിലൊക്കെ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പം വരുന്നില്ലല്ലോ. കുഴപ്പം വരില്ലല്ലോ. അങ്ങനാണെങ്കിൽ നമ്മള് മൊയ്‌സിനെ തന്നോട് ഒരു കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ അയാളെ മരിച്ചു പോയതാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചല്ലോ. അത്രേ ഉള്ളൂ. നമ്മള് ഒരു മഹത്തുക്കള്. പിന്നെ നമ്മള് വിഷയം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഈ ശിർക്കും തൗഹീദും വിശ്വാസത്തിലാണ് വരിക. കർമ്മത്തില് വരൂല്ലോ ഈ ശിർക്കും തൗഹീദും. അതുകൊണ്ടാണ് ഉമർ മൗലവി പറഞ്ഞത്, ഒരു ബിംബത്തിന്റെ മുമ്പിൽ ഒരാൾ സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ പോലും നീ പെട്ടെന്ന് അവനെ മുശ്രിക്കെന്ന് പറഞ്ഞു പോകരുത്. കാരണം എന്താണ്? അവന്റെ വിശ്വാസമാണ് അതിന്റെ മാനദണ്ഡം. അതേ സമയത്ത് ലാഹിർ കൊണ്ട് വിധിക്കുമ്പോ കുഫ്ർ നമ്മൾ വിധിക്കും. കാരണം ഇപ്പൊ ഒരു അയ്യപ്പ മലക്ക് പോകുന്ന ഒരാളെ ഒരു ദേശം ഒരാള് ഒരു മുസ്ലിം ധരിച്ചാൽ അവനെ ശിർക്ക് എന്ന് പറയാം, അവനെ കുഫർ എന്നാ പറയാ. കാരണം ഈ കാഫറും ഷിർക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ, കുഫറും ഷിർക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. കുഫർ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്ന കാര്യത്തിനാ പറയാം. അതേസമയത്ത് ഷിർക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിന് പുറമെ മറ്റൊരു വസ്തുവിനെ നമ്മൾ സമാക്കുമ്പോൾ പങ്കാക്കുമ്പോഴാണ് വരുന്നത്.
ആ പങ്ക് വരുന്നത് സിഫത്തിലായാലും ഏത് കാര്യം അവന്റെ വിശ്വാസത്തിൽ വരുമ്പോഴേ വരിക. പിന്നെ അവന്റെ വിളിക്കണം എന്നില്ല. വിശ്വാസം വന്നാൽ തന്നെ മുശിരിക്കായി പോയി. പിന്നെ അവന് വിളിച്ച് പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല. അവന്റെ മനസ്സിൽ എന്താണോ വരുന്നത് അങ്ങനെയാണല്ലോ. അതുകൊണ്ടാണ് നമ്മളെ പിന്നെ ഈ നമ്മളെ ശൈത്താന്തിക് എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ എന്താണ് ഫൈസൽ മൗലവി ഉണ്ടല്ലോ. ഈ ഫൈസൽ മൗലവിനോട് ഒരു കരീം മൗലവി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. റഖീബ അഖീദ കേൾക്കൂല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മളെ മൗലവിയുടെ പറയുന്ന ഒരു വിഷയം എന്താ പറയുക, വിളി രണ്ടുണ്ട്. മൂപ്പര് പറഞ്ഞ് വിളി രണ്ടുണ്ടെന്ന് പറഞ്ഞെന്താ വെച്ചാല് ഒന്ന് ശിർക്കാണ് വിളിയുണ്ട്, ശിർക്ക അല്ലാത്ത വിളിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ കരീം മൗലവി ചോദിക്കുകയാണ്, അതന്നെയാണല്ലോ നമ്മളെ ഉസ്താദ് കാന്തപുരം ഉസ്താദും പറഞ്ഞു, അതന്നെയാണല്ലോ കൊട്ടപ്പുറത്ത് എന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ കേട്ടില്ല ആ ക്ലിപ്പ്? കേട്ടില്ല ഞങ്ങള്? അത് നമ്മളെ നാസർമദീൻ ഇട്ടിട്ട് നല്ലോണം ട്രോളുന്നുണ്ട്. ഇല്ല, ഇത് വിഷയത്തിലിപ്പോ രണ്ട് വിളിയുണ്ടല്ലോ, ഒന്ന് ശിർക്കാണ് വിളിയുണ്ട്, ശിർക്കല്ലാത്ത വിളിയുണ്ട്. അത് ശരി തന്നെയാണല്ലോ. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഉമ്മാനെ വിളിക്കുമ്പോ ശിർക്കാണില്ല, അള്ളാനെ വിളിക്കുമ്പോ തൗഹീദാനുണ്ട്. അത് ആരാ ഉമ്മാനെ വിളിക്കുമ്പോ അതെന്താകണില്ല, തൗഹീദാകണില്ലല്ലോ. അത് പിന്നെ നമ്മള് ഈ ബാധത്താകണില്ലല്ലോ. അപ്പൊ അവിടെ തന്നെ മനസ്സിലാക്കുക രണ്ട് വിളി, ഈ വിളിയുടെ അടിസ്ഥാനം വിശ്വാസമാണെന്നാണ് അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം. തീർച്ചയായിട്ടും അങ്ങനെ. അപ്പൊ നമ്മള് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മൊഹീദ്ദീൻ ഷെയ്ഖിനെയോ ബദിരീങ്ങളെയോ മമ്പുറത്ത തങ്ങളെയോ വിളിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കാണെന്ന് പറയണമെങ്കിൽ ഇബാദത്തായി മാറണം. ആ ഇബാദത്ത് എങ്ങനെ വരിക? ഇവന്റെ മനസ്സിലുള്ള തേട്ടത്തിനനുസരിച്ചാണ് ഇബാദത്ത് വരിക. ഇപ്പൊ ഉദാഹരണം ഒരു പശുവിനെ കണ്ട് നമുക്ക് ഒരു പശു പാല് തരുന്ന കറണ്ട് പോരുന്നല്ല, എന്നാൽ മറ്റുള്ളവർക്ക് പശു എന്താണ്, ഒരു ദൈവമാണ്. അത് അവന്റെ വിശ്വാസമാണ്. ആ വിശ്വാസ അടിസ്ഥാനത്തിൽ നമ്മളെ വിശ്വാസം അവന്റെ വിശ്വാസം തമ്മിൽ പശുവിനെ കാണുന്ന സമീപിക്കുന്ന വിശ്വാസത്തിന്റെ മാനദണ്ഡം മാറി. ഇതുപോലെ തന്നെയാണ് നമ്മൾ കഅബ ശരീഫ് ചുറ്റുന്നു. പക്ഷെ ഇവിടെ ഹൈന്ദവരായ ആളുകൾ അവരെ അമ്പലത്തെ പ്രതിഷ്ഠിക്കുന്നു, അവർ ചുറ്റുന്നുണ്ട്. അവർക്ക് പുനിതജലുണ്ട്, ഗംഗാനീര് അതുപോലുള്ള പുനിതജലുണ്ട്, നമുക്കുണ്ട് സംസം വെള്ളമുണ്ട്. അവര് കല്ലിനെ മുത്തുന്നുണ്ട്, നമ്മളും കല്ലിനെ മുത്തുന്നുണ്ട്. അവര് പിന്നെ അമ്പലത്തിലെ മറ്റേ ഇതിന് വേണ്ടി എന്റെ മുടി മുറിച്ച് മൊട്ട അടിക്കുന്നുണ്ട്, നമ്മളും തന്നെ കഅബത്തിൽ പോയിട്ട് മൊട്ട അടിക്കുന്നുണ്ട്, മുടി മുറിക്കുന്നുണ്ട്. ഒന്ന് ശിർക്കാണ്, ഒന്ന് തൗഹീദാണ്. കർമ്മങ്ങളൊക്കെ ഒരേപോലെ. ഏതുപോലെ നിങ്ങൾ ഉദാഹരണം പറഞ്ഞ പോലെ ഉമ്മയെ പിന്നെ ചുംബിക്കുന്നതും മക്കളെ ചുംബിക്കുന്നതും കർമ്മം ഒരേ മാതിരി. അതേ സമയത്ത് ഇനിയിപ്പോ ഇങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുമ്പോ മൊയ്തീൻ ഷേഖിനെ വിളിക്കുന്ന സുന്നികളോട് അല്ലെങ്കിൽ മമ്പുറത്ത് തങ്ങപ്പാപ്പാനെ വിളിക്കുന്ന സുന്നികളോട് അവർ പറയും ഞങ്ങൾ ഉലുഹിയ്യത്ത് കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവര് മുശ്രിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല ഇപ്പോഴല്ലാന്ന് ഈ ഉലുഹിയ്യത്ത് കൽപ്പിക്കില്ല. അവര് വിശ്വാസം അവരെ ഉള്ളത്തിലല്ലേ, അവരോടല്ലേ ചോദിക്കേണ്ടത്. കാരണം അതാണല്ലോ ഉമർ മൗലവി പറഞ്ഞത്, ഒരു ബിംബത്തിന്റെ മുമ്പ് ഒരു സുജൂദിന്റെ രൂപത്തിലാണ് കിടക്കുന്നത്. വേറെവിടെയും കിടക്കല്ല, ഒരു ബിംബത്തിന്റെ മുമ്പിൽ, അതും സുജൂദിന്റെ രൂപത്തിൽ കിടന്നാൽ പോലും അവനെ ലാഹിർ കൊണ്ട് നിങ്ങൾ മുശ്രിക്കെന്ന് പറഞ്ഞു പോകരുത്. കാരണം എന്താ, വിശ്വാസം അവരോട് ചോദിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറെ സുന്നി മുജാഹിദ് നമ്മളെ തർക്കം തീരുന്ന എന്റെ അഭിപ്രായം. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കാരണം വിശ്വാസത്തിലാണ് തൗഹീദും ശിർക്കും തീരുമാനമാകേണ്ടതെന്ന്. അപ്പൊ നമ്മൾ ഈ സുന്നികൾ ചെയ്ത് ശിർക്കാണെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അവരെ വിശ്വാസം നോക്കിയിട്ടേ നമുക്ക് മാനദണ്ഡം പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ശിർക്ക് തൗഹീദ് എന്നൊക്കെ പറഞ്ഞത് നമ്മളെ വിശ്വാസത്തിലാണ് വരുന്നത്. അതല്ലാതെ ഒരിക്കലും ശിർക്കും തൗഹീദും കർമ്മത്തിൽ വരുന്നില്ല. ശിർക്കും അങ്ങനെ വരൂല, തൗഹീദും കർമ്മത്തിൽ വരൂല. അതേ സമയത്ത് ആ വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ ആ പ്രവർത്തനം ശിർക്കായി മാറും. അതുപോലെ തന്നെ ആ കർമ്മം തൗഹീദായി മാറും. ആ വിശ്വാസത്തെ അടിസ്ഥാനത്തിലാണ് എല്ലാ സംഗതിയും നീങ്ങുന്നത്. അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ഈ വിശ്വാസത്തിലാണ് കർമ്മത്തിലല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കുക. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സുന്നികളുടെ വിളിയും കാര്യങ്ങളും അവരുടെ വിശ്വാസം ഏത് അടിസ്ഥാനത്തിലാണോ ഈ വിശ്വാസത്തിലാണ് ശിർക്കും തൗഹീദും തീരുമാനാക്കുക. ഞാൻ 7 മണിയായല്ലോ, ഞാനൊന്ന്
ഫ്ലക്സ് പരിശോധിക്കാൻ പോകണം. ഇൻഷാ അല്ലാ ആയിക്കോട്ടെ. ഓക്കെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേട്ടില്ലേ? ഇതാണ് വഹാബിസത്തിൽ അകപ്പെട്ട ആളുകളുടെ അവസ്ഥ. അവര് ലോക മുസ്ലിങ്ങളെ ഇങ്ങോട്ട് മുശിരിക്കാക്കാൻ വേണ്ടി ആയത്തങ്ങനെ ഓതും. കാര്യത്തിലേക്ക് കടന്ന് അതൊന്ന് കൃത്യമായിട്ടൊന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ അവർക്ക് പോലും ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വരും. ഇതാണ് ഈ അവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുറെ ആളുകൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ തറവാട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. വിളിച്ച് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. എന്നാ എന്താണ് ഈ പ്രാർത്ഥന എന്നൊന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ ഏത് വമ്പൻ മൗലവിയും ഈ കാര്യങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് പറഞ്ഞു കൊടുത്താൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ കുറേ ഈ തർക്കങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ട് ഒരു വ്യക്തിഗത ദഅവത്ത് കൃത്യമായി അതിന്റെ ഒരു എങ്ങനെയാണ് അതിൽ വരുന്നത്, എങ്ങനെയാണ് ശിർക്ക് വരുന്നത്, അവർക്ക് എങ്ങനെയാണ് ഇബാദത്തായി മാറുന്നത് എന്നൊരു കാര്യം കൃത്യമായിട്ട് ഓരോ ആളുകളോടും നമ്മൾ കൃത്യമായിട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി അവർക്ക് സത്യങ്ങൾ മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ഈ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പുറപ്പെട്ടു പോയ ആളുകൾക്ക് തിരിച്ചു വരുവാനും സാധ്യമാകും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ നിങ്ങൾ ഈ കേട്ടത്. ഓക്കെ, അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.